whole flow of today's session is the consensus about God. ദൈവം, വിശ്വാസം, ശാസ്ത്രം, റിലീജിയൻ, ഇത് ചുറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത് ഡയലോഗ് ചെയ്യുന്നത്. ആൻഡ് മൈ സെഷൻ ഇസ് ഗോയിങ് ടു ഫോക്കസ് ഓൺ സയൻസ് ആൻഡ് റിലീജിയൻ. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. I want to start with this quote. Just as Augustine says that God has made us for himself and our hearts are restless until they find their rest in him, God has also made us for this world and our minds are restless until they find their rest in its truth. Thus, in doing science, in seeking the truth about the world around us, we worship God. Dr. John, the Archbishop of York. Science and religion. വളരെ ഇൻറ്റൻസീവും കോൺട്രവേഴ്ഷ്യലും ഹോട്ട്ലി ഡിബേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് റിലീജിയൻ. അത് സപ്പോസ് ടു ബി ഫ്രണ്ട്സ്, അത് സപ്പോസ് ടു ബി ഫോഴ്സ്. എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം? സോ ഇന്ന് ഞാൻ എടുക്കുന്ന ഹോൾ ലൈൻ ഓഫ് ഗോയിങ് ഇൻ ടു ദിസ് ഡയലോഗ്, ഈ സെഞ്ച്വറി ഓൾഡ് ഡിബേറ്റിൻ്റെ, ആക്ച്വലി നോട്ട് സെഞ്ച്വറി ഓൾഡ്, സെഞ്ച്വറീസ് ഓൾഡ് ഡിബേറ്റിൻ്റെ ഈ ഡയലോഗിനകത്ത് കുറച്ചും കൂടി വേറിട്ടൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാനാണ് ഞാൻ ചിന്തിക്കുന്നത്. ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ റൂട്ട്സ് ഓഫ് ആൻഡ് ട്രൈ ടു വർക്ക് വിത്ത് യു ഓൺ ഈ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള കാരണം എന്താണ്, പിന്നെ ഈ കോൺഫ്ലിക്റ്റ് മുന്നോട്ട് വെച്ചവരുടെ റീസണിങ് എന്താണ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗിലൂടെ കൊണ്ടുപോയിട്ട് ഐ വോണ്ട് യു ടു ഓൾസോ കം ടുവേർഡ്സ് വെയർ ദിസ് ഡിബേറ്റ് ഇസ് റൈറ്റ് നൗ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന രീതിയിൽ എന്തുകൊണ്ട് ഇന്ന് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള ഇമേജ് ഇപ്പോഴും നിലനിൽക്കുന്നു, ശരിക്കും അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടോ, എന്താണ് ഇതിനെക്കുറിച്ച് എക്സ്പേർട്സ് പറയുന്നത് എന്ന രീതിയിൽ ഡയലോഗ് ചെയ്യാൻ വേണ്ടിയാണ്. സോ സയൻസ് വേഴ്സസ് റിലീജിയൻ, റൈറ്റ്? പക്ഷേ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് വേഴ്സസ് റിലീജിയൻ എന്ന പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഇഫ് ദ ഡിബേറ്റ് ഇസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ, സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് സയൻസിൻ്റെ ഒരു ഡിവിഷൻ അല്ലേ, ആർട്സിൻ്റെ ഹ്യൂമാനിറ്റീസിൻ്റെ അല്ലല്ലോ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് വേഴ്സസ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ നമ്മൾ ചിന്തിക്കും ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് അല്ലേ, സിവിൽ എഞ്ചിനീയറിംഗ് വേഴ്സസ് റിലീജിയനായിട്ട് എന്താ പ്രശ്നം? അപ്പോൾ അവിടെ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ സയൻസ് വേഴ്സസ് റിലീജിയൻ എന്ന് പറയുമ്പം എന്തോ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നൊരു തിരിച്ചറിവുണ്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഡിസിപ്ലിൻ ആസ് ഇറ്റ് സെൽഫ്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ് എന്ന് പറയുന്ന രീതിയിൽ ആ ഡിസിപ്ലിന് മതം, റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി എന്നതുമായിട്ട് എന്തോ ഒരു വിഘടനമുണ്ട് എന്നൊരു ഇംപ്രഷനല്ല നമുക്ക് വരുന്നത്. അപ്പോൾ ദർ ഈസ് സംതിങ് മോർ ബിഹൈൻഡ്. സോ ദെൻ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദി ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഡു വി മീൻ ബൈ സയൻസ്. കാരണം സയൻസ് എന്ന ഡിസിപ്ലിനെ മൊത്തത്തിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ദെൻ ദ സെയിം തിങ് മസ്റ്റ് അപ്ലൈ ഹിയർ. സിവിൽ എഞ്ചിനീയറിംഗ് വേഴ്സസ് റിലീജിയൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേഴ്സസ് റിലീജിയൻ, ആസ്ട്രോഫിസിക്സ് വേഴ്സസ് റിലീജിയൻ എന്ന് പറഞ്ഞ എല്ലാ കോൺഫ്ലിക്റ്റ് നമ്മൾ കാണണം. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഡു വി മീൻ ബൈ സയൻസ്. കാരണം റിലീജിയൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. No debate around it. And പല ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും they all come together in the same sense. A set of beliefs structurally held together എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെക്കുറിച്ച്, സൂപ്പർ നാച്ചുറലിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് റിലീജിയൻ്റെ പോയിന്റ് ക്ലിയർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സയൻസ് വേഴ്സസ് ക്രിസ്ത്യാനിറ്റി പറഞ്ഞാൽ യെസ് ഇറ്റ് മേക്ക് സെൻസ്, സയൻസ് വേഴ്സസ് ഇസ്ലാം സ്റ്റിൽ മേക്ക് സെൻസ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ കേസ് വിത്ത് ഇഫ് യു ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സയൻസ്, അല്ലേ? സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദാറ്റ്. കാൾ സേഗൻ പറഞ്ഞതാണ്, സയൻസ് ഈസ് എ വേ ഓഫ് തിങ്കിങ് മച്ച് മോർ ദാൻ ഇറ്റ് ഈസ് എ ബോഡി ഓഫ് നോളജ്. സോ ഇവിടെയാണ് സയൻസിൻ്റെ ആ ഒരു റൂട്ട് ഡെഫിനിഷൻ കിടക്കുന്നത്. സോ ഇൻ ദ ബുക്ക് ലെറ്റ് ദെയർ ബി സയൻസ്, ടോം ഇംഗ്ലീഷ് ആൻഡ് ഡേവിഡ് ഹച്ചിൻസ് അവരിങ്ങനെ പറയുന്നുണ്ട്, വെൻ പീപ്പിൾ ലുക്ക് അറ്റ് ദ വേൾഡ് അറൗണ്ട് ദം ആൻഡ് ആസ്ക് ഹൗ ഇറ്റ് വർക്ക്സ് ഓൺ ദി ഇൻസൈഡ്, ദിസ് ഇസ് സയൻറ്റിഫിക് തിങ്കിങ്. വെൻ ദേ ട്രൈ ദർ ഐഡിയാസ് ഔട്ട്, അനലൈസ് ദ റിസൾട്ട്സ് ആൻഡ് ഡ്രോ കൺക്ലൂഷൻസ്, ദിസ് ഇസ് സയൻറ്റിഫിക് പ്രാക്ടീസ്. ഇതവർ പറയുന്നു, നമ്മൾ ഈ രീതിയിലുള്ള ബിഹേവിയർ എവിടെ കണ്ടാലും, കൾച്ചർ, കോണ്ടെക്സ്റ്റ്, ഏത് സിറ്റുവേഷൻ നമ്മൾ കണ്ടാലും, വി ക്യാൻ ബി കോൺഫിഡൻറ്റ് ഇൻ കോളിങ് ഇറ്റ് എ ലവ് ഓഫ് വിസ്ഡം അബൌട്ട് നേച്ചർ, we can be confident in calling it science. സോ പക്ഷേ ഇങ്ങനത്തെ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും സബ്സ്റ്റാൻഷിയേറ്റഡ് ആണ്. ഇങ്ങനത്തെ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്കത് കേൾക്കുമ്പോൾ വി റെസനേറ്റ് വിത്ത് ഇറ്റ്, ഇറ്റ് മേക്സ് സെൻസ്, ഇറ്റ് കംസ് ഓഫ് ആസ് റൈറ്റ് ഇൻ സം സെൻസ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും ഹിസ്റ്റോറിക്കലി വാലിഡ് ആണോ? വെൽ, ഐ വോണ്ട് ടു മേക്ക് ദ കേസ് ദാറ്റ് ഇറ്റ് ഈസ്. ഐസക് ന്യൂട്ടൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വർക്ക് ദെയർ ഇസ് ദ മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി. സോ ഐസക് ന്യൂട്ടൻ്റെ വർക്ക് വാസ് നോട്ട് ഇൻ ടു ഫിലോസഫി ആസ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ടുഡേ, അല്ലേ? ഐസക് ന്യൂട്ടൻ ഈ വർക്ക് ശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയ ഒരു ഫണ്ടമെൻ്റൽ വർക്കിൽ ഒന്നാണ്. ബട്ട് ഹീ കോൾസ് ഇറ്റ് നാച്ചുറൽ ഫിലോസഫി. വൈ? വാട്ട് ഡു യു മീൻ ബൈ ഫിലോസഫി? ഫിലോസഫി ഈസ് ഫൈലോസോഫിയ, ലവ് ഓഫ് വിസ്ഡം. നാച്ചുറൽ ഫിലോസഫി ഈസ് ലവ് ഓഫ് വിസ്ഡം കൺസേണിങ് ഓൾ തിങ്സ് ദാറ്റ് ഈസ് നാച്ചുറൽ. സോ നാച്ചുറൽ ഫിലോസഫിയാണ് സയൻസ് എന്ന് പറഞ്ഞ ഡൊമൈനെ ഓവറാർച്ചിങ് എന്ന രീതിയിൽ അർത്ഥം കൊണ്ടുവരുന്ന, ഓവറാക്കിങ് രീതിയിൽ അതിൻ്റെ അർത്ഥം ചുറ്റിപ്പിടിക്കുന്ന ഒരു വാക്ക് നാച്ചുറൽ ഫിലോസഫി. അതോടൊപ്പം തന്നെ ഈ ഡൊമൈനകത്ത് എക്സ്പെരിമെൻറ്റേഷൻ, ഒബ്സർവേഷൻ, തിയറൈസേഷൻ എന്ന് പറഞ്ഞ ഘടകങ്ങളെല്ലാം നിലനിൽക്കും. സോ സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നാച്ചുറൽ ഫിലോസഫി, ഇറ്റ് ഈസ് കൺസേണിങ് വിസ്ഡം അബൌട്ട് നേച്ചർ, ദാറ്റ് ഇസ് ക്ലിയർ. നമുക്ക് ആ പോർഷൻ ക്ലിയർ ആണ്. പിന്നെ അതിൻ്റെ
ദ വേ ഓഫ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കാൾ സേഗൻ പറഞ്ഞ പോലെ വേ ഓഫ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് തിയറൈസേഷനും എക്സ്പെരിമെൻറ്റേഷനും ഒബ്സർവേഷനും എല്ലാം ഭാഗമായിട്ട് വരുന്നു. സോ ഇതാണ് സയൻസിനെ കുറിച്ച് നമുക്ക് പറ്റുന്ന കിട്ടുന്ന ഒരു ഓവർ ആച്ചിങ് ആയിട്ടുള്ള വെൽ സെറ്റപ്പ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള സയൻസിൻ്റെ ഏത് ഡൊമൈനിൽ ഏത് കാലഘട്ടത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അണ്ടർസ്റ്റാൻഡിങ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ രീതിയിൽ നാച്ചുറൽ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, നാച്ചുറൽ ലോകത്തെ ഇങ്ങനത്തെ ഒരു പ്രോസസ്സിലും മെക്കാനിസത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ വേ ഓഫ് തിങ്കിങ്, അത് റിലീജിയനുമായിട്ട് ഫണ്ടമെൻ്റലി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഫണ്ടമെൻ്റലി അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഡിഫറൻസോ ഒപ്പോസിഷനോ ഉണ്ടോ? വെൽ ദാറ്റ് ഡസൻറ്റ് സീം ടു ബി ദ കേസ്. നമ്മൾ നോക്കുമ്പോൾ പൊതുവിലുള്ള മതങ്ങൾക്ക് നാച്ചുറൽ ലോകത്തെക്കുറിച്ച് ഒരു അറിവ് നേടുന്നതിനോടുള്ള ഒരു ഫണ്ടമെൻ്റൽ എനിമിറ്റി നമ്മൾ പൊതുവെ കാണുന്നില്ല. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ദ കേസ് വിത്ത് ക്രിസ്ത്യാനിറ്റി. ഇനി മറ്റേതെങ്കിലും മതങ്ങളുണ്ടെങ്കിലും വി ഡോണ്ട് സീ ദാറ്റ് ടു ബി ഡെഫിനറ്റീവ് ഓർ റിലീജിയൻ. അത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോകത്തെക്കുറിച്ച് ഒന്നും പഠിക്കരുത് എന്ന് പറഞ്ഞൊരു ആശയമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നില്ല, എന്നൊരു ആശയമായിട്ട് നമ്മൾ കാണുന്നില്ല. സോ നാച്ചുറൽ ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന പ്രക്രിയയാണ് സയൻസ് എങ്കിൽ നമ്മൾ റിലീജിയൻ്റെ ഫണ്ടമെൻ്റൽ സെൻസിലും സയൻസിനെ എതിർക്കണം എന്ന പോയിന്റ് കാണുന്നില്ല. ഇനി അത് മാത്രമല്ല, പ്രോവർബ്സ് 6:6 പറയുന്നുണ്ട്, ലുക്ക് അറ്റ് ദി ആൻഡ് യു സ്ലഗേർഡ് എന്ന് പറഞ്ഞൊരു വാചകം വരുന്നുണ്ട്. അവിടെ കാണിക്കുന്ന സെയിം മൈൻഡ് സെറ്റ് ഈസ് വാട്ട് വി സീ ഇൻ സെയിം നാച്ചുറൽ ഫിലോസഫി. കാരണം അവിടെ കാണിക്കുന്നത് ഇൻ ദ ബുക്ക് ഓഫ് പ്രോവർബ്സ് നാച്ചുറൽ ലോകത്തു നിന്നുള്ള വിസ്ഡം എടുത്ത് ഹ്യൂമൻ ആപ്ലിക്കേഷനകത്ത് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. സോ ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ദി ഒബ്സർവേഷൻ ഓഫ് ദ നാച്ചുറൽ വേൾഡ്. സോ നാച്ചുറൽ ലോകത്ത് നമ്മൾ നേടുന്ന അറിവും വിസ്ഡം എല്ലാം ആപ്ലിക്കബിളായിട്ട് പ്രാക്ടിക്കലായിട്ട് ബൈബിളിൽ തന്നെ ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ. ബട്ട് ഐ വോണ്ട് ടു ടേക്ക് യു ത്രൂ സം അതർ തിങ്സ്. ഇത് ലെറ്റ് ദെർ ബി സയൻസ് എന്ന് പറഞ്ഞ മുമ്പ് ഉദ്ധരിച്ച പുസ്തകത്തിൻ്റെ ചില വെരി യുണീക്കിംഗ് പോയിന്റ്സ് ആണ്. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ട്രയൽ, ബെൻ ഗോൾഡക് തൻ്റെ ബാഡ് സയൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഹീസ് ടോക്കിംഗ് അബൌട്ട് how pharmaceutical companies do drugs, do science about their drugs and how they do results, clinical trials. അങ്ങനെ പറഞ്ഞ കുറേ ഫേക്ക് ഇമേജസിനെയും ഫേക്ക് ന്യൂസിനെയും ഒക്കെ ഡിസെമിനേറ്റ് ചെയ്യുന്ന ഉള്ള അപ്രോച്ചസിനെ അദ്ദേഹം ഫണ്ടമെൻ്റലി നീക്കി മാറ്റുന്നൊരു പുസ്തകമാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റ്, ബുക്ക് ഓഫ് ഡാനിയൽ നമ്മൾ കാണുന്ന ഡാനിയൽ തൻ്റെ ഓവർസിയറോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ ഗീവ് us വെജിറ്റബിൾസ്, സീ ഹൗ വി ആർ ആൻഡ് ദെൻ കമ്പയർ us with the people who are of Babylon who are taking from the king's table. Okay, ആ രംഗം ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞത്, this is the first recorded proof of a clinical trial. So the idea of Daniel അവിടെ കാണിക്കുന്ന attitude of engaging in experimentation, engaging in observation, and finally Daniel is telling to the guy, you come to the conclusion. ഞങ്ങൾ രണ്ടുപേരെ രണ്ട് സൈഡ് നിർത്തി, you run this experiment on us and then come to a conclusion. ഞാൻ പറഞ്ഞ ഡാനിയൽ ഒരു സയൻറ്റിസ്റ്റ് ആണെന്നോ ശാസ്ത്രത്തിൻ്റെ പിതാവാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ് അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിങ് ദ നാച്ചുറൽ വേൾഡ് അറൗണ്ട് ഹിം, അത് ബൈബിളിന് ഒരു ഏലിയൻ കോൺസെപ്റ്റ് അല്ല. വി സീ ദാറ്റ് വിത്തിൻ ഡാനിയൽ. ഗിഡിയൻസ് ടെസ്റ്റ്, ഗിഡിയൻ മിദ്യാന്യരായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈസ് ആസ്കിങ് ഗോഡ് ഫോർ എ ടെസ്റ്റ് അല്ലേ, ദ ഫ്ലീസ് ആൻഡ് ദ ഗ്രൗണ്ട്. ആ ഫ്ലീസ് നിലത്ത് വെക്കുന്നു, ഈ സേസ് ഇഫ് ഇറ്റ് ഇസ് വെറ്റ് ആൻഡ് ദ ഗ്രൗണ്ട് ഇസ് ഡ്രൈ ഐ വിൽ ബിലീവ് യു. സോ ഗിഡിയൻ്റെ ആ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, ആ ഫ്ലീസിനകത്ത് ഒരു നാച്ചുറൽ കണ്ടീഷനിൽ നനഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രൗണ്ട് ഷുഡ് ഓൾസോ ബി വെറ്റ്, അല്ലെങ്കിൽ ബോത്ത് ദ ഫ്ലീസ് ആൻഡ് ദ ഗ്രൗണ്ട് ഷുഡ് ബി ഡ്രൈ. ആ റിസൾട്ട് രണ്ടിനും ഒരേപോലെ ബാധിക്കുന്നതായിരിക്കണം. സോ ദാറ്റ് ഇസ് ഹിസ് പ്രൈമറി കണ്ടീഷൻ ഫോർ ടെസ്റ്റ്. പക്ഷേ തനിക്ക് റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. താൻ ദൈവത്തോട് പറയുന്നു ഫ്ലീസ് വെറ്റ് ആയിരിക്കണം, ഗ്രൗണ്ട് ഡ്രൈ ആയിരിക്കണം. താൻ പ്രാർത്ഥിക്കുന്നു, അതേപോലെ നടക്കുന്നു. ആൻഡ് ദെൻ ഗിഡിയൻ ഇസ് റീട്വീക്കിംഗ് ഇറ്റ്. ഓക്കെ, ഇനി നേരെ തിരിച്ചാവട്ടെ. ചിലപ്പോൾ ഒരു പക്ഷേ മഞ്ഞ് പെയ്ത് നിലം നനയാൻ തക്ക രീതിയിൽ അത്രയും മഞ്ഞ് പെയ്തില്ലായിരുന്നേക്കാം, ചിലപ്പോൾ ആ ഫ്ലീസ് മാത്രമേ നനഞ്ഞേക്കാം. അതൊരു നാച്ചുറൽ എക്സ്പ്ലനേഷൻ ആണ് അല്ലേ. അപ്പോൾ ഗിഡിയൻ തൻ്റെ ടെസ്റ്റ് റീവിസിറ്റ് ചെയ്യുന്നു, എന്നിട്ട് പറഞ്ഞു ലെറ്റ് ദ ഗ്രൗണ്ട് ബി വെറ്റ് ആൻഡ് ദ ഫ്ലീസ് ബി ഡ്രൈ. അതും സാറ്റിസ്ഫൈ ആകുന്നു. സോ ഹച്ചിൻസൺ ആൻഡ് മെക്ലീഷ് ദേ പോയിന്റ് ഔട്ട് ആൻഡ് സേ ദാറ്റ് ഗിഡിയൻ അവിടെ എൻഗേജ് ചെയ്യുന്ന തിങ്കിങ് മെൻറ്റാലിറ്റി, അഗെയിൻ ഐ എം നോട്ട് സെയിങ് ഗിഡിയൻ ഇസ് എ സയൻറ്റിസ്റ്റ്, പക്ഷേ ഗിഡിയൻ നാച്ചുറൽ വേൾഡിലായിട്ട് ഞാൻ എൻഗേജ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സും ദാറ്റ് വേ ഓഫ് തിങ്കിങ് ഈസ് വാട്ട് വി ഫൈൻഡ് വിത്ത് നോർമൽ സയൻറ്റിഫിക് എൻ്റർപ്രൈസ്. എൻഗേജിങ് ഇൻ ഒബ്സർവേഷൻ, എൻഗേജിങ് ഇൻ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് കമ്മിങ് ടു എ തിയറി. സോ ആ തിങ്കിങ് വീണ്ടും ബൈബിളിന് ഏലിയൻ ആയിട്ടുള്ള സംഭവമാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ആൻഡ് ഫൈനലി ആസാഫ്. ഓക്കെ, വാട്ട് ഇസ് ആസാഫ് ഡൂയിങ് ഹിയർ? ആസാഫിൻ്റെ സാം 73 വരുന്ന ഭാഗത്ത് കഴിഞ്ഞാൽ ഞാൻ റെഫർ ചെയ്യുന്നത്. സോ വൈ ആം ഐ ടോക്കിംഗ് അബൌട്ട് ആസാഫ്? റിച്ചർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ന്യൂ എത്തിസ്റ്റിൽ പറയും, ഇഫ് യു ആർ എ ബിലീവർ, പീറ്റർ അക്കിൻസിൻ്റെ ഒരു വാചകമുണ്ട്, അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ യു കനോട്ട് ബി ഇൻ്റലക്ച്വലി ഓണസ്റ്റ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ബിലീവ് ഇൻ ഗോഡ്സ് ആൻഡ് ബി എ ട്രൂ സയൻറ്റിസ്റ്റ്. റിച്ചർഡ് ഡോക്കിൻസും ന്യൂ എത്തിസ്റ്റുകളും ഒക്കെയുള്ള ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇഫ് യു ബിലീവ് ഇൻ ഗോഡ്, നിങ്ങളുടെ മെൻറ്റൽ കപ്പാസിറ്റി തന്നെ കറപ്റ്റ് ആയിരിക്കുന്നു. ദർ ഇസ് നോ വേ യു ക്യാൻ കം ടു റിയൽ കൺക്ലൂഷൻ. ദർ ഇസ് നോ വേ യു ക്യാൻ ഹാവ് എ കോഴ്സ് കറക്ഷൻ. അതായത് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫുൾ മെൻ്റൽ കപ്പാസിറ്റിയിലും നിങ്ങൾ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ ഓടാൻ വേണ്ടി വയർ ചെയ്യപ്പെടുന്ന രീതിയിലാണ് എന്നാണ് അവർ പറഞ്ഞ വാദം. സോ അതായത് നിങ്ങളൊരു ഫോൾസ് ബിലീഫ് മുറുകെ പിടിക്കുന്നു,
ആ ഫോൾസ് ബിലീഫിന് എതിരായിട്ടുള്ള തെളിവുകളും വിവരണങ്ങളും നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കണ്ടാൽ കൂടിയും നിങ്ങൾ ആ ഫോൾസ് ബിലീഫ് പിന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. സോ റിച്ചർഡ് ഡോക്കിൻസ്, പീറ്റർ അറ്റ്കിൻസ്, മറ്റ് ന്യൂ എത്തിസ്റ്റുകൾ പോയെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തിലേക്ക് നമ്മളെല്ലാവരും യാതൊരു രീതിയിലും യഥാർത്ഥത്തിൽ സത്യത്തിന് പിന്നെ പോവുകയോ നമ്മുടെ പോയിന്റ് അപ്ഡേറ്റ് ചെയ്യുകയോ കറക്റ്റ് ചെയ്യുകയോ ചെയ്യാൻ ഒരു രീതിയിലും സാധിക്കാത്ത മനുഷ്യരായി മാറുന്നു. പക്ഷേ ആസാഫിൻ്റെ പോയിന്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സങ്കീർത്തനം 73 ആസാഫ് തുടങ്ങുമ്പം ഹി ഹാസ് എ പർട്ടിക്കുലർ വ്യൂ ഓഫ് ഡിവൈൻ ജസ്റ്റിസ്. ആസാഫിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞാൽ ഇഫ് യു ആർ റൈച്ചസ് യു വിൽ ബി റിവാർഡഡ്, ഇഫ് യു ആർ വിക്കഡ് യു വിൽ ബി വേസ്റ്റഡ്. സോ റൈച്ചസ് ആണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കും, വിക്കഡ് ആണെങ്കിൽ യു വിൽ ഹാവ് കലാമിറ്റീസ്, പെയിൻസ് ആൻഡ് സഫറിങ്. സോ ആസഫ് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സാം 73 തുടങ്ങുന്നത്. ബട്ട് ദെൻ ഹി റിയലൈസസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് മാച്ചിങ് വിത്ത് ദ റിയൽ വേൾഡ്. താൻ നോക്കുമ്പോൾ താൻ കഷ്ടപ്പാടുകൾ കടന്നു പോകുന്നു, ഹീസ് ഹാവിങ് ട്രബിൾസ്, പെർസിക്യൂഷൻസ്, ഹീസ് ഹാവിങ് ഓൾ സോർട്ട് ഓഫ് ഹേർഡിൽസ്. പക്ഷേ ദ വിക്കഡ് മാൻ ഈസ് ത്രൈവിങ്, ദ വിക്കഡ് മാൻ ഈസ് ഹാവിങ് എ സ്മൂത്ത് ലൈഫ്. സോ ആസാഫിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് how God is supposed to deal with the world, the understanding of divine justice is not matching with the natural world. തൻ്റെ ഒബ്സർവേഷൻ വെച്ച് നോക്കുമ്പോൾ it is not matching. What does Asaph do? He pushes forward, and at the end of that Psalms he corrects his understanding about divine justice. ദൈവം എങ്ങനെ ഈ കോണ്ടെക്സ്റ്റിൽ റൈറ്റസ് പേഴ്സണോടും വിക്കഡ് പേഴ്സണോടും ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ള തൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആസാഫ് തിരുത്തുന്നു. സോ ദി ഓതേഴ്സ് പോയിന്റ് ഔട്ട് ദാറ്റ് ഡോക്കിൻസ് പറയുന്ന രീതിയിൽ ഇഫ് റിലീജിയൻ കറപ്റ്റ്സ് us so much, then Asaph is sort of person താൻ ചുറ്റുപാടെല്ലാം ഇങ്ങനെ നടന്നാലും ഹി ഷുഡ് സ്റ്റിൽ ബ്ലൈൻഡ്ലി ഹോൾഡ് ഓൺ ടു ദറ്റ് സെയിം തിയറി. ദൈവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തൻ്റെ ദൈവസങ്കല്പത്തെ അതേപടി തന്നെ താൻ മുറുകെ പിടിക്കണം. ബട്ട് ആസാഫ് ഡസൻറ്റ് ഡു ദാറ്റ്. ആസാഫ് ഈസ് നോട്ട് ഫെയ്ത്ത് ഹെഡഡ് ആസ് ഡോക്കിൻസ് വുഡ് കോൾ ഇറ്റ്. ആസാഫ് തന്നെ അണ്ടർസ്റ്റാൻഡിങ് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ദ പോയിന്റ് ഐ എം അഗെയിൻ ബ്രിങ്ങിങ് ഫോർവേഡ് ഇസ് ദാറ്റ് ആസാഫും ഗിദിയോനും ഡാനിയലും ഒന്നും സയൻറ്റിസ്റ്റ് ആണ് എന്നല്ലേ അല്ല. പക്ഷേ സയൻസ് വേഴ്സസ് റിലീജിയൻ എന്നൊരു കോൺഫ്ലിക്റ്റ് കൊണ്ടുപോകും. അതിൽ അവർ കൊണ്ടുവന്നൊരു ബേസ് അണ്ടർസ്റ്റാൻഡിങ് in some intricate, deep, fundamental sense സയൻസിന് റിലീജിയന് യാതൊരു രീതിയിൽ ചേർന്ന് പോകാൻ സാധിക്കത്തില്ല. പീറ്റർ അറ്റ്കിൻസിൻ്റെ കോഡ് വീണ്ടും റെലവൻ്റ് ആണ്. അതായത് സയൻറ്റിസ്റ്റിന് റിലീജിയസ് ആയിട്ട് യാതൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇഫ് യു റിലീജിയസ് യു കാൺ എൻഗേജ് ഇൻ സയൻസ്. ആ പറഞ്ഞ പോയിന്റ് വി കാൺ ഫൈൻഡ് ഇറ്റ് ഇൻ സ്ക്രിപ്ചർ. ആ മെൻറ്റാലിറ്റി യു കാൺ ഫൈൻഡ് ഇൻ സ്ക്രിപ്ചർ. സ്ക്രിപ്ചർ ഈസ് ഓൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് നേച്ചർ ആൻഡ് ദറ്റ് മെൻറ്റാലിറ്റി, ദറ്റ് സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ്, കാൾ സാഗൻ പറഞ്ഞ ആ സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ് അബൌട്ട് ടെസ്റ്റിംഗ് തിങ്സ് ഔട്ട്, കറക്റ്റിംഗ് യുവർ സ്റ്റാൻഡ്സ്, ഒരു ഡോഗ്മയെ ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്ത് നിൽക്കുക എന്നുള്ള പോയിന്റുകളൊന്നും അല്ല ബൈബിളിൽ കാണുന്നത്. യു സീ പീപ്പിൾ കറക്റ്റിംഗ് ദ സ്റ്റാൻഡ്സ്, യു പീപ്പിൾ എൻഗേജിങ് ഇൻ എക്സ്പെരിമെൻറ്റേഷൻ, യു സീ പീപ്പിൾ ഹു ആർ കമ്മിങ് ടു തിയറീസ്, ഡൂയിങ് ഔട്ട് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. സോ ഇഫ് ദാറ്റ് ഇസ് നോട്ട് ദ കേസ്, ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് വേർ ഇസ് ദ കോൺഫ്ലിക്റ്റ്? ഈ പറയപ്പെടുന്ന കോൺഫ്ലിക്റ്റ് എവിടെയാണ്? ദ വാർ ഓഫ് ദി ഏജസ്, ഈ കാലഘട്ടത്തിലുള്ള കോൺഫ്ലിക്റ്റ് എവിടെ കാണുന്നത്? സോ ഇവിടെയാണ് ദ കോൺഫ്ലിക്റ്റ് തീസിസ് എന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് വരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരുകളുണ്ട്. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഏർലിയസ്റ്റ് വൺ, ജോൺ ലഹോൻ ദലാംബേത്ത്, ഡ്രൈപ്പർ ആൻഡ് വൈറ്റ്. ഈ ഡ്രൈപ്പർ ആൻഡ് വൈറ്റ് ആണ് നമ്മുടെ കാലഘട്ടം നമ്മൾ കുറച്ചുകൂടി കേട്ട് പരിചയമുള്ളത്. ഈ 3 പേരുടെ വർക്കാണ് പൊതുവെ ഈ കോൺഫ്ലിക്റ്റ് തീസിസ്, റിലീജിയനും സയൻസ് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലാണ് എന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രിലിമിനറി ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ വർക്കിനകത്ത് ഇവിടെയാണ് ഈ സയൻസും റിലീജിയനും ഒരു കോൺഫ്ലിക്റ്റിലാണ് എന്നുള്ള പോയിന്റിൻ്റെ ആദ്യ ശകലം കിടക്കുന്നത്. ബട്ട് ദ തിങ് ഈസ്, അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ചില തിയോളജിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഹിസ്റ്റോറിയൻസ് പോയിന്റ് ഔട്ട്, ഈ ലഹോൻ ദലാപേത്ത് അദ്ദേഹത്തിൻ്റെ പോയിന്റ് പറയുമ്പോഴും ചില ഒറ്റപ്പെട്ട സന്ദർഭങ്ങൾ നോക്കി അദ്ദേഹം പറഞ്ഞ ചില റിമാർക്സ് ആയിട്ടാണ് അവരത് മനസ്സിലാക്കുന്നത്. സോ ഹീസ് ടോക്കിംഗ് അബൌട്ട് സം തിയോളജിയൻസ് ഹു ഹാവ് കൺസേൺ അബൌട്ട് ഹൗ ബ്ലൈൻഡ് റീസൺ വിൽ ഇമ്പാക്ട് ക്രിസ്ത്യാനിറ്റി. ഇൻഫാക്ട് ഡലാംബേർട്ടിൻ്റെ പോയിന്റ്, അദ്ദേഹം റിലീജിയനെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞ ഒരാളല്ല. കാരണം അദ്ദേഹം റിവീൽഡ് തിയോളജിയും നാച്ചുറൽ തിയോളജിയും, അതായത് ദൈവത്തെക്കുറിച്ച് പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യവും ദൈവത്തെക്കുറിച്ച് റെവലേഷനിലൂടെ, അതായത് ബൈബിൾ ഉൾപ്പെടെയുള്ള റെവലേഷനിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം പറയുമ്പം അദ്ദേഹം റിവീൽ തിയോളജി വെച്ച് പറഞ്ഞ ഭാഗമാണ് ഇറ്റ് ഡ്രോസ് ഫ്രം സേക്രഡ് ഹിസ്റ്ററി എ മച്ച് മോർ പെർഫെക്റ്റ് നോളജ് ഓഫ് ദാറ്റ് സുപ്രീം ബീങ്. സോ റിവീൽ തിയോളജി, റെവലേഷൻ, സ്ക്രിപ്ചേഴ്സ് എന്നിവയെല്ലാം അടച്ചാക്ഷേപിച്ച് ഇതൊന്നിനും കൊള്ളത്തില്ല, ഇതിനെല്ലാം ചുട്ടുകരിച്ച് കളയണം എന്ന രീതിയിലുള്ള ഒരു ആൻറ്റി റിലീജിയസ് സ്റ്റാൻസ് അല്ല ഡലാംബേർട്ടിൻ്റെ വർക്കിൽ കാണുന്നത്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ആൻഡ്രൂ ഡിക്സൺ വൈറ്റ്, ഇദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ ഹിസ്റ്ററി ഓഫ് വാർഫെയർ ഓഫ് സയൻസ് വിത്ത് തിയോളജി. ഇതാണ് സയൻസ് ആൻഡ് റിലീജിയനും തമ്മിൽ എപ്പോഴും കൊമ്പ് കോർത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞ വർക്കിൻ്റെ ഇനീഷ്യൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹം ഏൽ യൂണിവേഴ്സിറ്റി വെച്ച് ഒരു ലെക്ചർ നൽകുന്നുണ്ട്. ആ ലെക്ചറിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വർക്ക്, റിലീജിയനും സയൻസും എപ്പോഴും ഒരിക്കലും ചേർന്ന് കൂടാൻ പോകാൻ പറ്റാത്ത രീതിയിൽ എനിമിറ്റിയിൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ ആശയം മുതലെടുക്കുന്നത്. പക്ഷേ ആ ലെക്ചറിൽ അദ്ദേഹം ഒരിക്കൽ പോലും റിലീജിയനെ താഴ്ത്തി കെട്ടുന്നില്ല, റിലീജിയനെ റെപ്രിമാൻഡ് ചെയ്യുന്നില്ല, റിലീജിയനെ കണ്ടം ചെയ്യുന്നില്ല. എന്തിന്? സ്പെയിനിൽ ലോവർ ക്ലാസ്സിനെ പ്രൊട്ടക്ട് ചെയ്തത് റിലീജിയൻ ആണെന്ന് പറഞ്ഞ് ചർച്ചിന് അദ്ദേഹം അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ നോക്കി പറഞ്ഞ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഈ വൈറ്റ് ഇടുന്ന കോണ്ടെക്സ്റ്റ് ഒരു യുണീക്ക് കോണ്ടെക്സ്റ്റ് ആണ്. കാരണം
കോർണൽ യൂണിവേഴ്സിറ്റി, നമുക്ക് ദി ഓഫീസ് ടി വി ഷോയുടെ ഫാൻസ് ഉള്ളതിനെ അറിയാം. നമുക്ക് കോർണൽ യൂണിവേഴ്സിറ്റി ഇസ് എ വെരി കോമൺ നെയിം ടു ഓഫീസ് ഫാൻസ്. സോ കോർണൽ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റാണ് ഇദ്ദേഹം. എസ്ര കോർണലുമായിട്ട് ചേർന്നാണ് ഇവർ കോർണൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. ആൻഡ് ഹീ വാണ്ടഡ് കോർണൽ യൂണിവേഴ്സിറ്റി ടു ബി എ സെക്യുലർ കോളേജ്, യാതൊരു രീതിയിലും റിലീജിയസ് ഇൻഫ്ലുവൻസ് ഇല്ലാത്തൊരു കോളേജ് ആവണം. സോ കോളേജ് സ്ഥാപിക്കുന്ന സമയത്ത് ദർ ഇസ് പൊളിറ്റിക്കൽ ഫൈറ്റ്. ഹീസ് എ സെനറ്റർ, ഐ തിങ്ക് ഹി വാസ് സെനറ്റർ, എസ്ര കോർണൽ വാസ് എ സെനറ്റർ. അങ്ങനെ ഫെഡറൽ ഫണ്ടിന് വേണ്ടി, ഫെഡറൽ ഫണ്ടിങ്ങിന് വേണ്ടി, ഫെഡറൽ ലാൻഡിന് വേണ്ടി മറ്റ് കോളേജസുമായിട്ട് ഫൈറ്റ് നടക്കുന്നു. സോ അന്നത്തെ മറ്റ് കോളേജസ് എല്ലാം റിലീജിയസ്ലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കോളേജുകളാണ്. ഈ കോണ്ടെക്സിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റിലീജിയനും സയൻസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ന് പറഞ്ഞ ആശയം മുഴുവൻ വരുന്നത്. സോ അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഈ വാർഫെയർ മോഡൽ, സയൻസും കോൺഫ്ലിക്റ്റും ഒരു യുദ്ധത്തിലാണ് എന്ന് പറയുന്ന ആശയം, ഇന്ന് പലരെ പൊക്കി പിടിച്ച് നടക്കുന്ന ആശയം കിടക്കുന്നത് പേഴ്സണൽ ഇഷ്യൂസ് എക്സ്പീരിയൻസിൽ നിന്നാണ്. അദ്ദേഹത്തിനുണ്ടായ ചില ദുരനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം എത്തിയ കൺക്ലൂഷനാണ് സയൻസ് ആൻഡ് റിലീജിയൻ ഇസ് ഇൻ കോൺഫ്ലിക്റ്റ്. ബട്ട് ദിസ് ഇസ് നോട്ട് ഫ്രം ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. പ്രിൻസ്റ്റൺ പ്രസിഡന്റ് ജെയിംസ് മെക്കോഷ് പറഞ്ഞത് ഇറ്റ് വാസ് എ പീസ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് വാസ് നോട്ട് വർത്ത് റൈറ്റിംഗ്. കാരണം ഹിസ്റ്റോറിക്കലി യാതൊരു രീതിയിൽ അടിസ്ഥാനമില്ലാത്ത അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അദ്ദേഹം നേരിട്ട ദുരനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്നു സയൻസ് ആൻഡ് റിലീജിയൻ ഈസ് ഇൻ ഇൻറെക്കൺസൈലബിൾ കോൺഫ്ലിക്റ്റ്. സോ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സയൻസ് ആൻഡ് റിലീജിയൻ ഒരു യുദ്ധത്തിലാണെന്ന് കിടക്കുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നതിലുള്ള ഒരു പ്രൈമറി തിങ്കർ. ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. സോ ഹിസ് വർക്ക് ഹാസ് ബിൻ ഡിസ്കാർഡഡ്. ദ നെക്സ്റ്റ് പേഴ്സൺ ഈസ് ജോൺ വില്യം ഡ്രേപ്പർ. സോ ഇവർ രണ്ടാണ് ഈ പ്രൈമറിലി പറഞ്ഞ ഈ കോൺഫ്ലിക്റ്റ് തീസിസിൻ്റെ മുന്നോട്ട് വെക്കുന്ന ആൾക്കാർ. ഡ്രേപ്പറിൻ്റെ കാര്യവും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഡ്രേപ്പറിൻ്റെ വർക്ക് നോക്കി കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് ഡ്രേപ്പർ റിലീജിയനെതിരായിട്ടല്ല പോകുന്നത്. ഹിസ് ഈസ് സ്പെസിഫിക്കലി ആൻ ആൻറ്റി കാത്തലിക് റാൻറ്റ്. കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് പുള്ളിയുടെ. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പ്രൊട്ടസ്റ്റന്റിസത്തെ ഹീസ് കോൾസ് ഇറ്റ്സ് ദ ട്വിൻ സിസ്റ്റർ ഓഫ് സയൻസ്. സോ റിലീജിയന് എതിരായിട്ടല്ല ഡ്രേപ്പറിൻ്റെ സ്റ്റാൻസ്, ഇറ്റ് ഇസ് മോർ പ്രിഡോമിനൻ്റ്ലി ആൻ ആൻറ്റി കാത്തലിക് സ്റ്റാൻസ്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റ് സയൻസിനെതിരായിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബിക്കോസ് കത്തോലിസിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് പ്രൊട്ടസ്റ്റന്റിൽ നിന്നും മുഴുവനായിട്ട് നീങ്ങി മാറാത്തതിൻ്റെ കാരണമാണെന്ന്. സോ ദ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഇസ് ദിസ്: ഹിസ് ആർഗ്യുമെൻറ്റ്, ഹിസ് ഒബ്സഷൻ ഈസ് നോട്ട് against religion per se, but it is primarily with the Catholic Church. പിന്നെ അത് മാത്രമല്ല ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇദ്ദേഹം ഈ സയൻസ് ആൻഡ് റിലീജിയൻ കോൺഫ്ലിക്റ്റ് കിടക്കുകയാണ് എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നതിലുള്ള പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇദ്ദേഹം യു എസിലോട്ട് കുടിയേറുന്നു. ആ സമയത്ത് ഐറിഷ് കാത്തലിക്സിൻ്റെ നല്ല ഇൻഫ്ലുക്സ് യു എസിലേക്ക് നടക്കുന്നു. സോ ഹി വാസ് ട്രബിൾ. യു എസിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ഇത് കോട്ടം തട്ടിയേക്കാം എന്നുള്ള പേടിയിൽ നിന്ന് ഹി സ്റ്റാർട്ട്സ് ഹാവിങ് ആൻ ആൻറ്റി ഐറിഷ് കാത്തലിക് ഇമിഗ്രൻറ്റ് സ്റ്റാൻഡ്സ് ടു ഇറ്റ്. So that is one factor. Second thing, ഇദ്ദേഹത്തിൻ്റെ ഫാമിലി കത്തോലിക് ചർച്ചിൽ നിന്ന് മെത്തഡിസ്റ്റ് ചർച്ചിലേക്ക് മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫാമിലി ചില കാര്യമായിട്ടുള്ള വിള്ളലുകളും പ്രശ്നങ്ങളും വരുന്നു. ദാറ്റ് ഇസ് അനദർ തിങ് ദറ്റ് ബോസ്റ്റഡ് ഹിസ് ആറ്റിറ്റ്യൂഡ് അഗേൻസ്റ്റ് ദ ചർച്ച്. ദ തേർഡ് തിങ് ഈസ് ദി ഫസ്റ്റ് വാറ്റിക്കൻ കൗൺസിൽ. ഫസ്റ്റ് വാറ്റിക്കൻ കൗൺസിലിനകത്ത് ചില കീ പ്രൊക്ലമേഷൻസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ആ പ്രൊക്ലമേഷൻസ് ഡ്രേപ്പർ മുറുകെ പിടിച്ച ചില ഫിലോസോഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ്സിന് നേരെ വിപരീതമായിട്ടാണ് പോകുന്നത്. നോട്ട് ഗോയിങ് ഇൻ ടു ഡെപ്ത് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ടൈം. അതിന് നേരെ വിപരീതമായിട്ടാണ് പോകുന്നത്. സോ അതും ഇദ്ദേഹത്തെ കാത്തലിക് ചർച്ചിന് എതിരായിട്ടുള്ള ഒരു സ്റ്റാൻസിലേക്ക് നീക്കുന്നു. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള പോയിന്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ജെയിംസ് മൂർ പറയുന്നത് ഈ പയസ് 9th അദ്ദേഹമാണ് ഈ ഫസ്റ്റ് വാറ്റിക്കൻ കൗൺസിലിനകത്ത് ഒരു കീ ഫിഗർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ മേ ബി റോങ്, ബട്ട് പയസ് 11th അദ്ദേഹം അക്കാഡമിയ ഡെ ലിൻസി എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് അക്കാഡമി റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. കത്തോലിക്ക സഭയുടെ പോപ്പായിരുന്ന പയസ് 9 റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ സയൻറ്റിഫിക് അക്കാഡമിയിൽ എലക്ട് ചെയ്യപ്പെടുന്ന ആളാണ് ഡ്രേപ്പർ. സോ യു സീ ദി ഇൻട്രസ്റ്റിംഗ് തിങ് ദർ. സോ ഡ്രേപ്പറിൻ്റെ ലൈഫിൽ തന്നെ തൻ്റെ സ്റ്റാൻസിലും വളരെ ഇൻകൺസിസ്റ്റൻസി കാണുന്നു. സോ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസ് ചൂണ്ടിക്കാണിക്കുന്നത് ഹി വാസ് നോട്ട് സ്പെസിഫിക്കലി എ സയൻറ്റിസ്റ്റ് ഹു വാസ് എഗെയിൻസ്റ്റ് റിലീജിയൻ ഓഫ് ഓൾ സോർട്സ്, ബട്ട് ഹിസ് ഇസ് മച്ച് മോർ കോംപ്ലെക്സ്. ഡ്രേപ്പറിൻ്റെ ആറ്റിറ്റ്യൂഡും ഡ്രേപ്പറിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സും നമ്മൾ ഇന്ന് കാണുന്ന സയൻസ് വേഴ്സസ് റിലീജിയൻ എന്ന് പറയുന്ന ന്യൂ എത്തിസ്റ്റ് മെൻറ്റാലിറ്റിയുടെ ഒരു പ്രൊഫറ്റിക് വേർഡ് എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ലൈഫ് മാറി നിൽക്കുന്നു. ആൻഡ് ഐ വിൽ ഷോ ദാറ്റ് ടുവേർഡ്സ് ദി എൻഡ്. ബട്ട് ഒരു ഫേമസ് ജേർണൽ, അദ്ദേഹത്തിൻ്റെ വർക്കിനായിട്ട് ഇൻട്രാക്ട് ജേർണൽ പറയുന്നത് ഇറ്റ് വാസ് എ ഹേസ്റ്റി പ്രിട്ടൻഷ്യസ് ഇൻകറക്റ്റ് വർക്ക്. ഹിസ്റ്ററി എന്ന് പറഞ്ഞ പേരിൽ വന്ന ഇങ്ങനത്തെ ഒരു വർക്ക് ഞങ്ങൾ വളരെ ചുരുക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഹിസ്റ്ററി എന്ന് സ്വയം പ്രകീർത്തിച്ചുകൊണ്ട്. സോ ദിസ് ഇസ് ജസ്റ്റ് ദി ഓവർവ്യൂ ഓഫ് ദ കോൺഫ്ലിക്റ്റ്. സോ ഇവിടെയാണ് ഈ സയൻസ് വേഴ്സസ് റിലീജിയൻ എന്ന ഡയലോഗിന് 3 രീതിയിൽ കാണുന്നത്. സോ സം സേ ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ്, മുമ്പ് പറഞ്ഞ പോലുള്ള ഒരു വർക്ക്. ഇന്ന് ഹിസ്റ്റോറിയൻസ് തള്ളിക്കളഞ്ഞ വർക്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. ദ സെക്കൻഡ് പോയിന്റ് ഇസ് ഹാർമണി. റോഡ്നി സ്റ്റാർക്ക് പോലുള്ള സോഷ്യോളജിസ്റ്റൊക്കെ വളരെ മുറുകെ പിടിക്കുക പോയിന്റാണ് ഹാർമണി. അതായത് സയൻസും റിലീജിയനും തമ്മിൽ യാതൊരു രീതിയിലും ഒരിക്കൽ പോലും ഒരു അബ്രേഷനും ഉണ്ടായിട്ടില്ല. ഇറ്റ് ഇസ് സോ ഫണ്ടമെൻ്റലി ഇന്റർ കണക്റ്റഡ് ദാറ്റ് സയൻസ് ആൻഡ് റിലീജിയൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ ഹാർമണി സ്റ്റാൻസ്. ദ തേർഡ് തിങ് ഇസ് കോംപ്ലക്സിറ്റി, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് I personally lean towards. That
ആ ഒരു ഹാർമോണിയുടെ പോയിന്റ് ഉണ്ടെങ്കിൽ പോലും there are certain instances of certain troubles, certain seeming conflict that we have to come to terms with. So കാൾ സേഗൻ എന്ന പേര് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പേര് പറയാൻ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് എ ഫണ്ടമെന്റൽ എത്തിസ്റ്റ്. ഹിസ്റ്റോറിയൻ ഓഫ് സയൻസ് സ്റ്റീഫൻ പി വെൽഡൺ പറയുന്നത് കാൾ സേഗൻ തന്നെ എല്ലാ വിധത്തിലുള്ള റിലീജിയനെയും അടച്ചാക്ഷേപിച്ച ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ കോട്ട് ഇതൊരു ലെങ്തി കോട്ടാണ്, ബട്ട് ഇറ്റ് ഈസ് വർത്ത് റീഡിങ്. അദ്ദേഹം പറഞ്ഞത് there are many religions that are devoted to reverence, awe, ethics, religion, community, justice, so on and so forth. And he says that അങ്ങനെയുള്ള religions are in no way challenged but rather uplifted by the findings of science. There is no necessary conflict between science and religion. And he carries on. The religious traditions are rich and they provide ample opportunity for renewal and revision. The sacred text can be interpreted metaphorically and allegorically. Conflict was thus common but not necessary. ഇത് കറ തീർന്ന ഒരു ഫണ്ടമെന്റൽ എത്തിസ്റ്റിൻ്റെ സയൻസ് ആൻഡ് റിലീജിയൻ എന്ന് പറയുന്ന ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ ആണ് അദ്ദേഹം പറഞ്ഞത്. ദർ ഇസ് സം കോൺഫ്ലിക്ട്, യെസ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറി, ഇറ്റ് ഇസ് നോട്ട് ഫണ്ടമെന്റൽ ആൻഡ് ഇറ്റ് വാസ് നോട്ട് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. സോ ഈ കോൺഫ്ലിക്റ്റ് ഐഡിയയെ എപ്പോഴും സയൻസ് ആൻഡ് റിലീജിയൻ ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു എനിമിറ്റിയിൽ നിൽക്കുന്നതാണ് എന്നുള്ളതിനെ നോക്കി മിസ്ഇൻഫർമേഷൻ ആൻഡ് ഹാഫ് ബേക്ഡ് ഹിസ്റ്ററി എന്നൊക്കെയുള്ള റിമാർക്സ് ആണ് നമ്മൾ കാണുന്നത്. കോളൻ റസൽ പറഞ്ഞത് ഇറ്റ് ഈസ് എക്സലന്റ് ഡ്രാമ ബട്ട് ഇംപോവറിഷ് ഹിസ്റ്ററി ആൻഡ് ഈസ് എ വെരി വെൽ റെപ്യൂട്ടഡ് പേഴ്സൺ ഇൻ ദ ഫീൽഡ്. സോ ഈ ഇംപോവറിഷ് ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ കാണുന്ന നവനാസ്തികത നമ്മൾ മുന്നിൽ കൊണ്ടിരുന്നത്. ദാറ്റ് സയൻസ് ആൻഡ് റിലീജിയൻ ഈസ് ഇൻ എ ബാറ്റിൽ, അവർക്ക് ഒരിക്കലും ചേർന്ന് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളത്. ഹാർമണി തീസിസ്. ഈ ഹാർമണി തീസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഇഫ് യു ആർ എൻഗേജിങ് ഇൻ ദ ഫീൽഡ് ഓഫ് അപ്പോളജറ്റിക്സ്, ഇഫ് യു എവർ ലുക്ക് ഇൻ ടു ചർച്ച് ആൻഡ് റിലീജിയൻ ഓർ സയൻസ് ആൻഡ് റിലീജിയൻ, നിങ്ങൾ ക്രിസ്ത്യൻ സോഴ്സസ് വരുവാണെങ്കിൽ യു വുഡ് ഹിയർ ദ പോയിന്റ് അബൌട്ട് ദി ഹാർമണി തീസിസ്. അതായത് സയൻസും റിലീജിയനും ചേർന്ന് പോകുന്നു. സയൻസിൻ്റെ ഫണ്ടമെന്റൽ അസംഷൻസിന് വഴിയൊരുക്കിയത് റിലീജിയനാണെന്നുള്ളത്. And this is accepted among historians. So Alfred Nord Whitehead അദ്ദേഹം പറഞ്ഞൊരു യുണീക്ക് കോട്ടുണ്ട്. The faith in the possibility of science, ശാസ്ത്രം ചെയ്യാൻ സാധിക്കും എന്നതിലുള്ള വിശ്വാസം, ആ സാധ്യതയിലുള്ള വിശ്വാസം is an unconscious derivative from medieval history. കാരണം സയൻസിന് വേണ്ടിയുള്ള ഫണ്ടമെന്റൽ അസംഷൻസ്, ഈ കാണുന്ന പ്രപഞ്ചം ഓർഡർ ഉള്ളതാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പറയുന്ന സയൻസിന് സ്റ്റെപ്പ് എടുക്കാൻ കഴിയുന്ന ഫണ്ടമെന്റൽ അസംഷൻസിന് വഴിയൊരുക്കുന്നത് ക്രിസ്ത്യൻ തിയോളജിയാണ്. സോ therefore religion in itself. സോ അതിനുള്ളൊരു an excellent short video നെക്സ്റ്റ് സെഷൻ എടുക്കുന്ന ആഷർ പ്രൊഡ്യൂസ് ചെയ്ത കണ്ടന്റാണ്. ഇൻ ദാറ്റ് ഹി ഷോസ് 3 Christian doctrines that gave the way for scientific promotion. So Stephen Jay Gould, ഹാർവേഡ് പേലിയോണ്ടോളജിസ്റ്റ്, എവല്യൂഷൻ മുറുകെ പിടിക്കുന്ന സ്റ്റീവൻ ജെ ഗോൾഡ് പറയുന്നത് സയൻസ് ആൻഡ് റിലീജിയൻസ് ആർ അറ്റ് പീസ്, ദേ വർക്ക് ടുഗെദർ ടു എൻറിച്ച് അവർ പ്രാക്ടിക്കൽ ആൻഡ് എത്തിക്കൽ ലൈഫ്. സോ ഇതാണ് ക്രിസ്ത്യൻസിൻ്റെ സൈഡിൽ നിന്നും ഹിസ്റ്റോറിയൻസിൻ്റെ സൈഡിൽ നിന്നും ഏത്തിയസിൻ്റെ സൈഡിൽ നിന്നും ഇന്ന് എല്ലാവരും ഹിസ്റ്ററി മനസ്സിലാക്കുന്ന എല്ലാവരും മുറുകെ പിടിക്കുന്ന പോയിന്റ്. ദർ ഇസ് നോ ഇൻഹറൻറ്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ. സോ വാട്ട് ഈസ് ദ കോംപ്ലക്സിറ്റി തീസിസ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിനോടാണ് ഞാൻ കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്നത്. ദ ഹോൾ ഇഷ്യൂ ഈസ് മച്ച് മോർ കോംപ്ലക്സ്. നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ പോയിന്റ് അല്ല. ഒരു എക്സാമ്പിൾ കാണിക്കാം. ജോൺ ഹെൽബ്രോൺ അദ്ദേഹം പറഞ്ഞ വാചകം, ദ റോമൻ കാത്തലിക് ചർച്ച് ഗേവ് മോർ ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് ടു ദ സ്റ്റഡി ഓഫ് ആസ്ട്രോണമി ഫോർ ഓവർ 6 centuries ദാൻ ഓൾ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ സയൻസ് ആൻഡ് റിലീജിയൻ എന്നുള്ള ഹോൾ സ്റ്റോറി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വി ഫൈൻഡ് ഏരിയാസ് വേർ ഇറ്റ് ഇസ് ഫണ്ടമെൻ്റലി ഇൻ്റർട്വൈൻഡ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സയൻസിന് വേണ്ടിയുള്ള പ്രൊപ്പഗേഷനുള്ള സ്റ്റെപ്പ് വഴിയൊരുക്കിയത് ക്രിസ്ത്യൻ തിയോളജിയും റിലീജിയസ് അണ്ടർസ്റ്റാൻഡിങ്ങും തിയോളജിക്കൽ അസംഷൻസുമാണ്. പക്ഷേ എന്നാൽ അതേസമയം തന്നെ വി ഓൾസോ ഫൈൻഡ് ഏരിയാസ് ഓഫ് കോൺഫ്ലിക്റ്റ്. വി ഫൈൻഡ് ഏരിയാസ് വേർ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഗോ ത്രൂ. ഗലീലിയോയുടെ ഇൻസ്റ്റൻസ് എടുത്താൽ തന്നെ ചില ആൾക്കാരുടെ ചിന്ത ഗലീലിയോ ചുട്ടു, പൊരിച്ചു, കരിച്ചു, ആകെ പരുവാക്കി എന്നുള്ള ഒരു ഇംപ്രഷനാണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഹിസ്റ്ററി സേസ്. എന്നാൽ അതേസമയം ഇറ്റ് വാസ് ദി റോമൻ കാത്തലിക് ചർച്ച് ആൻഡ് ഇറ്റ് വാസ് ഗലീലിയോ ഓൺ വൺ സൈഡ്. ബട്ട് ദെൻ ദാറ്റ് ഈസ് വാട്ട് വി ആർ ടോൾഡ്, അല്ലെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്. പക്ഷേ വെൻ വി ഗെറ്റ് ഇൻ ടു ദി ഹിസ്റ്റോറിക് ഡീറ്റെയിൽസ്, ഗലീലിയെ സപ്പോർട്ട് ചെയ്ത തിയോളജിയൻസ് ഉണ്ട്, ഗലീലിയെ എതിർത്ത സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഉള്ളവരുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്, ഇറ്റ് ഇസ് മോർ ഗ്രേ. എന്നാൽ അതേസമയം ഗലീലിയോ എല്ലാവരും വാരിയെടുത്തു, പോപ്പ് തുടക്കം മുതലേ ഗലീലിയെ ചേർത്ത് പിടിച്ചു, ഒരു രീതിയിലും ഗലീലിയെ എതിർത്തില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. സോ യു സീ ദാറ്റ് അവിടെ ഒരു കോംപ്ലക്സ് രീതിയിലാണ് ആ സംഭവം മൊത്തം കിടക്കുന്നത്. സോ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ വെൻ യു ലുക്ക് അറ്റ് ഹിസ്റ്ററി ഈസ് യു മൂവ് അവേ ഫ്രം ദ കോൺഫ്ലിക്റ്റ് ഐഡിയ. ശാസ്ത്രവും റിലീജിയനും ഒരിക്കലും ചേർന്ന് പോകാത്ത വിധം കീരിയും പാമ്പെന്ന രീതിയിൽ എപ്പോഴും ഒരു വാർഫെയറിലാണ് എന്നുള്ള ഐഡിയ കംപ്ലീറ്റ്ലി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദർ ഈസ് ഹാർമണി, ബട്ട് ദെൻ ദർ ഈസ് ഓൾസോ സം ഇൻസ്റ്റൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. സോ ചോദ്യം വരുന്നത്, വൈ ഡസ് ദ വാർ റേജ് ഓൺ? എന്തുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ ഇത് കോൺഫ്ലിക്റ്റിലാണ്, സയൻസ് ആൻഡ് റിലീജിയൻ എപ്പോഴും ഒപ്പോസിംഗ് ആണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു? ഇറ്റ്സ് സിമ്പിൾ. ഈ വില്ലൻ ഓൺ വൺ സൈഡ്, ഹീറോ ഓൺ അനദർ സൈഡ്, ഒരു സിമ്പിൾ സ്റ്റോറി ഈസ് മച്ച് ഈസിയർ ടു പ്രൊപ്പഗേറ്റ്. ആൻഡ് ഇറ്റ് ഈസ് അങ്ങനത്തെ ഒരു സിമ്പിൾ സ്റ്റോറിയാണ് പേഴ്സണൽ അജണ്ടയ്ക്കും
പേഴ്സണൽ കൺവിക്ഷൻസ് മുറുകെ പിടിക്കാൻ വേണ്ടി ആൾക്കാർക്ക് കൂടെ ചേർക്കാൻ പറ്റുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് തീസിസിൽ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല, ദർ ഇസ് മച്ച് മോർ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ ആശയം വരുമ്പോൾ യു നീഡ് ടു ടേക്ക് ടൈം ടു വർക്ക് ത്രൂ ഇറ്റ്. പക്ഷേ ഒരു സിമ്പിൾ രീതിയിൽ സയൻസ് ആൻഡ് റിലീജിയൻ എതിർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then if you have a hatred against religion, you can carry that out. If you have a personal hatred against science, you can carry that out. ആ രീതിയിൽ പേഴ്സണൽ അജൻഡാസ് പുഷ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററിയിൽ കൂടി മാത്രമാണ്. ഒരു ക്വിക്ക് പോയിന്റ് പറയാം. ഈ എവല്യൂഷണറി ബയോളജിസ്റ്റ് മൈക്കിൾ റേസ്, അദ്ദേഹം റോയൽ സൊസൈറ്റിയുടെ എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്നു. സോ ഹീസ് എൻ എവല്യൂഷണറി ബയോളജിസ്റ്റ്. അദ്ദേഹം എഡ്യൂക്കേഷൻ ഡയറക്ടർ പോസ്റ്റിൽ നിന്നും റിസൈൻ ചെയ്യാൻ നിർബന്ധിതനായി. എന്താണ് കാരണം? ഒറ്റ കാരണം, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ദാറ്റ് വാസ് എ റീസൺ. അതിനെക്കുറിച്ച് നോബൽ ലോററ്റ് സർ റിച്ചർഡ് റോബർട്ട്സ് പറയുന്നത്, വി ഗ്യാദർ ദാറ്റ് ഹീസ് എ ക്ലർജിമാൻ വിച്ച് ഇൻ ഇറ്റ് സെൽഫ് ഈസ് വെരി വറീസം. സോ യു സീ ദ വൺ സൈഡ് ഇമേജ് ദാറ്റ് ദേ വാണ്ട് ടു പ്രൊമോട്ട്. ശാസ്ത്രബോധമുള്ള പീക്ക് ലെവലിൽ നിൽക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ മൈൻഡിലുള്ള ഇൻഗ്രെയിൻഡ് ഐഡിയ ഈസ് ദാറ്റ് സയൻസ് ആൻഡ് റിലിജിയൻ cannot be allowed to go hand in hand. ഈ സെയിം ഇൻസ്റ്റൻസിനെ കുറിച്ച് നോബൽ ലോററ്റ് സർ ക്രോട്ടോ പറയുന്നത്, ദർ ഇസ് നോ വേ ദാറ്റ് എൻ ഓർഡൈൻ മിനിസ്റ്റർ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ ആസാഫിൻ്റെ പോയിന്റ് പറഞ്ഞപ്പോൾ, ഡോക്കിൻസിൻ്റെ പോയിന്റ് പറഞ്ഞപ്പം, പീറ്റർ അർക്കിൻസിൻ്റെ കോട്ട് ഞാൻ പറഞ്ഞ പോയിന്റ്, ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദാറ്റ് ഇഫ് യു ആർ റിലീജിയസ് യു കനോട്ട് ഫോളോ ദി എവിഡൻസ്. നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ സം ഹൗ ഫെയ്ത്ത് കറപ്റ്റ് യുവർ തിങ്കിങ് കപ്പാസിറ്റി. നിങ്ങൾക്ക് ഇൻ്റലക്ച്വലി ഓണസ്റ്റ് ആവാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തട്ടിൽ പോലും നിങ്ങളുടെ ബിലീഫ്സ് കോഴ്സ് കറക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ പോയിന്റാണ് ന്യൂ എത്തിസ്റ്റും റിച്ചർഡ് ഡോക്കിൻസും ഒക്കെ പറഞ്ഞത്. ആ സെയിം പോയിന്റാണ് ഇവിടെ സർ ഹാരോൾഡ് ക്രോട്ടോയും പറഞ്ഞത്. ഇദ്ദേഹം ഇങ്ങനെ ഒരു ഓർഡൈൻ മിനിസ്റ്ററിന്, ഒരു വിശ്വാസിക്ക് യാതൊരു രീതിയിലും ശാസ്ത്രം ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ കെപ്ലറും യോഹാനസ് കെപ്ലറും കോപ്പർനിക്കസും ഫ്രാൻസിസ് ബേക്കണും റോജർ ബേക്കണും തൊട്ട് തുടങ്ങിയ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിട്ട തലതൊട്ടപ്പന്മാരുടെ പേര് ഇങ്ങനെ വരിവരിയായിട്ട് കാണിക്കുന്നത്. അത് കാണിക്കുന്നതിൻ്റെ കാരണം, നമ്മൾ ചില നിരീശ്വരവാദികൾ പറയും അതിന് അവർ ബൈബിൾ തുറന്ന് വെച്ചുകൊണ്ടിരുന്നിട്ടല്ലോ ഇക്വേഷൻ ചെയ്തതെന്ന് ചോദിക്കും. നമ്മൾ കാണിക്കുന്നതിൻ്റെ കാരണം അതല്ല. നമ്മൾ ആ ലിസ്റ്റ് കാണിക്കുന്നതിൻ്റെ കാരണം, ഇന്നും ചിലർ ചിന്തിക്കുന്നത് ഇഫ് യു ആർ റിലീജിയസ്, ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യു കനോട്ട് ബി ഇൻ്റലക്ച്വലി ഓണസ്റ്റ് എന്നുള്ളതാണ്. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് നമ്മളത് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ് ദ ഫോർഡർ മസീമോ കോൺട്രവേഴ്സി. അതായത് എയ്ത്തിയിസ്റ്റുകളായ ജെറി ഫോർഡറും കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റായ മസീമോ പിതാലിനി പാൽമാനി, ഇവർ രണ്ടുപേരും കൂടി ഒരു ബുക്ക് എഴുതി. ആ ബുക്കിൻ്റെ പേര് ഇത്രയാണ്, വാട്ട് ഡാർവിൻ ഗോട്ട് റോങ്. ഇത്രയുള്ള ആ പുസ്തകത്തിൻ്റെ പോയിന്റ്, നാച്ചുറൽ സെലക്ഷൻ എല്ലാവരും പറയുന്ന രീതിയിലുള്ള ഒരു കൺവിൻസിങ് ആർഗ്യുമെൻ്റ് ആയിട്ട് അവർക്ക് തോന്നിയില്ല. സോ നിരീശ്വരവാദികളായ ഈ രണ്ടുപേരും ഈ ബുക്ക് എഴുതി. ഈ ബുക്ക് എഴുതി കഴിഞ്ഞപ്പോൾ എയ്ത്തിയിസ്റ്റുകൾ തന്നെ ഇവർക്കെതിരെ തിരിച്ചടിച്ചു. പറഞ്ഞു, നിങ്ങൾ ഇൻ്റലിജൻറ്റ് ഡിസൈനിന് വേണ്ടി വഴിയൊരുക്കുകയാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതിലൂടെ. നിരീശ്വരവാദിയായ ഫോർഡറിനെ അവർ സൃഷ്ടിവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു ക്രിയേഷനിസ്റ്റായിട്ട് ചാപ്പകുത്തി. സോ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ത്രെഡ് എന്ന് പറഞ്ഞാൽ, ഫ്രം ബീങ് സയൻസ് വേഴ്സസ് റിലീജിയൻ, ഇന്നത്തെ ന്യൂ എയ്ത്തിസ്റ്റുകളുടെ ഫണ്ടമെൻ്റൽ പോയി നോക്കി കഴിഞ്ഞാൽ യു ആർ സീയിങ് എ റിലീജിയൻ വേഴ്സസ് റിലീജിയൻ ബാറ്റിൽ. ഒരു എയ്ത്തിസ്റ്റുകളായ രണ്ട് ഓതേഴ്സിന് സയൻറ്റിഫിക് റെൽമിലുള്ള ഒരു തിയറിയെ ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിൽ, ഒരു ഓർഡൈൻ മിനിസ്റ്ററിന് തൻ്റെ എവല്യൂഷണറി ബയോളജി വിശ്വസിക്കുന്ന ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഓർഡൈൻ മിനിസ്റ്ററിന്, ഒരു ക്ലർജിമാന് ആ റോള് വഹിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ, then there is a very different battle happening behind the scenes. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഡ്രേപ്പറിൻ്റെ കാര്യം, വൺ ഓഫ് ദ പേഴ്സൺ ഹൂ സെഡ് ദാറ്റ് റിലീജിയൻ ഇസ് ഇൻ കോൺഫ്ലിക്റ്റ്. ഈ ഡ്രേപ്പറിൻ്റെ വർക്ക്, ഡ്രേപ്പറിൻ്റെ റിലീജിയനോടുള്ള വെറുപ്പ്, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് പ്രിൻസിപ്പിൾ എന്ന ലോറൻസ് പറഞ്ഞത്, ഡ്രേപ്പർ ചാമ്പ്യൻസ് എ ഡിറ്റർമിനിസ്റ്റിക് പാൻതിയിസ്റ്റിക് റിലീജിയൻ ആസ് ദ വൺ ട്രൂ ഫെയ്ത്ത്. His book is not so much about a conflict between science and religion, but rather a conflict between Draper's religion and all others. So Draper's science versus religion എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അതല്ല നടക്കുന്നത്. He has his own assumptions, his own theological points, his own outlook on how the universe is. ലോകം എങ്ങനെയാണെന്ന് കാണുന്ന സയൻസിൻ്റെ അസംഷൻസിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഈ ഡിറ്റർമിനിസ്റ്റിക് പാൻതിയിസ്റ്റിക് വ്യൂ ഒക്കെ സയൻസിൻ്റെ നാച്ചുറൽ ഡൊമൈനിൽ വരുന്നതല്ല. അതിനപ്പുറമായിട്ടുള്ള ചില അസംഷൻസാണ് ഡ്രേപ്പർ മുറുകെ പിടിക്കുന്നത്. അതിനോട് എതിർത്ത് നിൽക്കുന്ന എല്ലാത്തിനോടാണ് അദ്ദേഹത്തിന് ഒരു വെറുപ്പ്. സോ ഹിസ് ഹോൾ പോയിന്റ് ഈസ് ഹിസ് റിലീജിയൻ വേഴ്സസ് ഓൾ അതർ റിലീജിയൻ, ഹിസ് ബിലീഫ് സിസ്റ്റം വേഴ്സസ് ഓൾ അതർ ബിലീഫ് സിസ്റ്റം. സോ ഇന്ന് കാണുന്ന പല നിരീശ്വരവാദികളുടെ സംഭവത്തിൽ നമ്മൾ കാണുന്ന ഇതേ ഒരു മൈൻഡ് സെറ്റാണ്. അവർക്ക് ചില തിയോളജിക്കൽ അസംഷൻസ് ഉണ്ട്, അവർക്ക് ചില ഫിലോസഫിക്കൽ നിലപാടുകളുണ്ട്. അതിനോട് എതിർത്ത് നിൽക്കുന്നതോടെല്ലാമുള്ള ഒരു യുദ്ധപ്രഖ്യാപനം. സോ സയൻസ് വേഴ്സസ് റിലീജിയൻ എന്നൊരു വാർഫെയർ ഇല്ല. ബട്ട് എനിവേ ആ രീതിയിലുള്ള വാർഫെയറിലേക്കല്ല അവർ നീങ്ങുന്നത്. സോ വൈ ഇസ് ഇറ്റ് നോട്ട് അരിസ്റ്റോട്ടിൽ വേഴ്സസ് സയൻസ്? ഈ അരിസ്റ്റോട്ടലിയൻ ഫിലോസഫി സയൻറ്റിഫിക് എൻ്റർപ്രൈസിന് നേരെ വിപരീതമായിരുന്നു. ബിക്കോസ് എക്സ്പെരിമെൻറ്റേഷൻ വാസ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. ഒരു ഫേമസ് എക്സാമ്പിൾ ഉണ്ടല്ലോ, ഭാരം കൂടിയതും കുറഞ്ഞതുമായ ഒരു സാധനം ഒരേ ഹൈറ്റിന് വിട്ടാൽ ഏതാദ്യം എത്തുന്നുള്ളത്.
സോ അരിസ്റ്റോട്ടലിയൻ ഫിലോസഫി പ്രകാരം ഗ്രീക്ക് ചിന്തകരൊക്കെ ഇരുന്ന് ചിന്തിച്ചു, ആൻഡ് ദെൻ ദേ കെയിം ടു ദ കൺക്ലൂഷൻ, ഭാരം കൂടിയത് താഴെയെത്തും. ദേ നെവർ വെഞ്ചേർഡ് ഇൻ ടു എനി ഫോം ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ. പക്ഷേ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ തുടക്കത്തിലാണ് ഇത് എക്സ്പെരിമെൻറ്റേഷൻ്റെ ഭാഗത്തിലൂടെ നമ്മൾ ഉത്തരം കണ്ടെത്തണം എന്ന ബോധ്യം വരുന്നത്. അരിസ്റ്റോട്ടലിയൻ ഫിലോസഫി വാസ് കംപ്ലീറ്റ്ലി അഗേൻസ്റ്റ് ഇറ്റ്. അതുകൊണ്ടാണ് അലൻ ഷ്മിറ്റ് അദ്ദേഹം പറഞ്ഞത്, അരിസ്റ്റോട്ടിൽസ് പാൻതീസ്റ്റിക് വ്യൂ ഓഫ് ദ ഫിസിക്കൽ വേൾഡ് ഡിലേഡ് നോട്ട് ഓൺലി ദി അറൈവൽ ഓഫ് സയൻസ് ബട്ട് ഓൾസോ ഇറ്റ്സ് പ്രോഗ്രസ്, ബിക്കോസ് പാൻതീസം ഈസ് ആൻറ്റൈതെറ്റിക്കൽ ടു സയൻസ്. അരിസ്റ്റോട്ടലിയൻ ഫിലോസഫിയാണ് ശാസ്ത്രത്തിന് നേരെ വിപരീതം. റിച്ചാർഡ് കാരിയർ നിരീശ്വരവാദി പറഞ്ഞത് ക്രിസ്ത്യ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ സയൻറ്റിഫിക് റെവല്യൂഷൻ 1000 വർഷം മുമ്പേ നടന്നേനെന്നാണ്. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് ചരിത്രം കാണിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ സെയിം പോയിന്റ്, ദ ഹാർമണി തീസിസിനകത്തെ പോയിന്റ് തന്നെ, ക്രിസ്ത്യൻ തിയോളജിയുടെ ഫണ്ടമെൻ്റൽ അസംഷൻസ് ആണ് സയൻസിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴിയൊരുക്കിയത്. എന്നാൽ അതുവരെ നിന്നിരുന്ന അരിസ്റ്റോട്ടലിയൻ ഫിലോസഫിയൊക്കെ എതിർത്ത് തുടങ്ങിയത് ക്രിസ്ത്യൻസ് തന്നെയാണ്. ക്രിസ്ത്യൻ ഫിലോസഫറായ ജോൺ ബുരുദാനാണ് ഈ പ്ലാനറ്റ്സ് ദൈവസങ്കല്പങ്ങളായിട്ട് അതിൻ്റെ മോഷൻസ് അവർ തോന്നിയ പോലെ മൂവ് ചെയ്യുന്നു, നാച്ചുറൽ ഓർഡറിൽ മൂവ് ചെയ്യുന്നില്ല എന്ന അരിസ്റ്റോട്ടലിയൻ തത്വത്തെ എതിർത്ത് തുടങ്ങിയത് തന്നെ ക്രിസ്ത്യൻ ഫിലോസഫറാണ്. സോ ഈ അടിസ്ഥാനങ്ങൾ പാകുന്നതെല്ലാം ക്രിസ്ത്യൻ ഫിലോസഫേഴ്സാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റ്, ഈ അരിസ്റ്റോട്ടൽ വേഴ്സസ് സയൻസ് എന്തുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചെന്നുള്ളത്, ആൽവിൻ്റെ കോട്ട് വെരി ക്ലിയർ ആണ്. അരിസ്റ്റോട്ടലിൻ ഫിലോസഫി ഈസ് ആൻറ്റതെറ്റിക്കൽ ടു സയൻസ്. നിങ്ങൾ എത്ര ശാസ്ത്ര പ്രചാരകന്മാരെ, എത്ര ന്യൂ എത്തി സ്പീക്കേഴ്സ് കണ്ടിട്ടുണ്ട് അരിസ്റ്റോട്ടലിൻ ഫിലോസഫിക്കെതിരെ ആഞ്ഞടിക്കുന്നവരെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സയൻറ്റിഫിക് എൻ്റർപ്രൈസിന് ഏറ്റവും വിപരീതമായി നിന്നുള്ള ഫിലോസഫിയെ അവർക്ക് ആർക്കും തൊടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റ്, എന്തുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് എന്നുള്ള പോയിന്റ് ഇപ്പോഴും മുറുകെ പിടിക്കുന്നു? ബിക്കോസ് യുവർ പേഴ്സണൽ അജൻഡാസ്, യുവർ പേഴ്സണൽ ഇമോഷൻസ് ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു പ്ലേ. സയൻസ് ആൻഡ് റിലീജിയൻ എന്നുള്ള ആശയം, സയൻസ് വേഴ്സസ് റിലീജിയൻ എന്ന ആശയം പിന്നെ മുറുകെ പിടിച്ചാൽ യു ക്യാൻ കീപ് പുഷിംഗ് ദാറ്റ് ഫോർവേഡ്. അപ്പോൾ റിലീജിയനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ മറയിൽ റിലീജിയനെ ആക്രമിക്കാൻ ശ്രമിക്കും. എഡ്വിൻ ജഡ്ജിൻ്റെ ഈ പോയിന്റ്, എക്സ്പെരിമെൻറ്റ് ഇൻ സയൻസ് ആൻഡ് സൈറ്റിംഗ് ഓഫ് സോഴ്സസ് അറൈസസ് ഫ്രം ദ വേൾഡ് വ്യൂ ഓഫ് ജെറുസലേം ഫ്രം ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. സോ എല്ലാ രീതിയിലും ശാസ്ത്രത്തിന് അടിത്തറ വഴിയൊരുക്കുന്നത് ക്രിസ്ത്യൻ തിയോളജിയാണ്. സോ നമ്മൾ കാണുന്ന പോയിന്റ് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിച്ച് വരുന്ന പോയിന്റ്, യു ഡോണ്ട് സീ എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയൻസ് വേഴ്സസ് റിലീജിയൻ. ജോണത്തൻ സാക്സ് എന്ന ജൂയിഷ് ഫിലോസഫർ അദ്ദേഹം പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ കോഡുണ്ട്, സയൻസ് ടേക്സ് തിങ്സ് അപ്പാർട്ട് ടു സീ ഹൗ ദേ വർക്ക്, റിലീജിയൻ പുട്ട്സ് തിങ്സ് ടുഗെദർ ടു സീ വാട്ട് ദേ മീൻ. അതുകൊണ്ടാണ് ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമയിൽ, ദ ഫസ്റ്റ് ഫിലിമിനകത്ത് ഇയൻ മാൽക്കത്തിൻ്റെ കഥാപാത്രം ജോൺ ഹേമനോട് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം ജുറാസിക് പാർക്ക് ദ ഹോൾ കോണ്ടെക്സ്റ്റ്, ജീൻ എടുക്കുന്നു, ഡിനോസോസിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവരുന്നു. അതിന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യുവർ സയൻറ്റിസ്റ്റ് വെർ സോ പ്രീ ഓക്യുപ്പൈഡ് വിത്ത് വാട്ട് ദേ കുഡ് ദാറ്റ് ദേ ഡിഡ്ന്റ് സ്റ്റോപ്പ് ടു തിങ്ക് വെദർ ദേ ഷുഡ്. ഈ ഒരു ഡാമിനിങ് ക്രിറ്റിസിസം ഓഫ് സയൻസ്, സയൻറ്റിഫിക് വേ ഓഫ് ഡൂയിങ് തിങ്സ്, ഇത് പലപ്പോഴും പല സിനിമകൾ നമ്മൾ പിന്നീടും ലിറ്ററേച്ചർ വർക്കിൽ, ആർട്സ് വർക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ആനിമെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡിനകത്ത് തന്നെ വി സി എ വെരി സ്റ്റാർക്ക് പോയിന്റ്. തൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി, തന്നെ എക്സ്പെരിമെൻറ്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഒരു സയൻറ്റിസ്റ്റ് കൈമേർ ഒരു ബീയിങ്, മനുഷ്യനോടും മനുഷ്യൻ്റെ ഭാഷ അറിയാൻ സാധിക്കുന്ന ഒരു മൃഗത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് എക്സ്പെരിമെൻറ്റേഷൻ. ആ എക്സ്പെരിമെൻറ്റേഷൻ, ആ പ്യൂർ എക്സ്പെരിമെൻറ്റേഷൻ ഡ്രിവണായി, പ്യൂർ ബ്രേക്ക് ത്രൂ ഡ്രിവണായിട്ട് അദ്ദേഹം അവസാനം ചെന്നെത്തുന്ന പോയിന്റ്, തൻ്റെ വീട്ടിലെ വളർത്തുന്നായേയും സ്വന്തം മകളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ക്രീച്ചറിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ചോദ്യം ചെയ്യുന്ന കേന്ദ്ര കഥാപാത്രം അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് യു ആർ എ സയൻറ്റിസ്റ്റ്, അതെൻ്റെ ഫസ്റ്റ് പോയിന്റ്. അദ്ദേഹം പിന്നെ തൊട്ടുമ്പോൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, പ്രോഗ്രസ് എപ്പോഴും, സയൻറ്റിഫിക് പ്രോഗ്രസ് എപ്പോഴും ഹ്യൂമൻ എക്സ്പെരിമെൻറ്റേഷന് കൂടിയാണ് കടന്നു പോയിട്ടുള്ളത്. കേന്ദ്ര കഥാപാത്രം ഇത് എതിർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് വാചകം, ബട്ട് ഇഫ് യു വെയർ എ സയൻറ്റിസ്റ്റ്, അത് നീ ഒരു ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ നിനക്കും മനസ്സിലായേനെന്നുള്ളതാണ്. ദ ഓവർലൈങ് ത്രെഡ് വി സി ഇസ്, ശാസ്ത്രത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല ടോപ്പിക്കുകളുണ്ട്. ദ ഹോൾ തിങ് വി ടോക്കിംഗ് അബൌട്ട് റൈറ്റ് നൗ, ദ ഷുഡ് യു ഡു ഇറ്റ് എന്നുള്ള ചോദ്യം, ദ ക്വസ്റ്റൻ ഓഫ് വാല്യൂസ്, ദ ക്വസ്റ്റൻ ഓഫ് മൊറാലിറ്റി. ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഇറങ്ങിത്തിരിക്കുമ്പം ആ എക്സ്പെരിമെൻറ്റേഷൻ നല്ലതാണോ, ആ എക്സ്പെരിമെൻറ്റേഷൻ നമ്മൾ ചെയ്യാൻ പാടുള്ളതാണോ എന്ന എത്തിക്സിൻ്റെ ചോദ്യം സയൻസിൻ്റെ റെൽമിലുള്ളതല്ല. സയൻസ് അത് ഫിലോസഫിയിൽ നിന്ന് കടമെടുക്കണം. പക്ഷേ അത് സയൻസിൻ്റെ, ദാറ്റ് ഈസ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. ഇറ്റ് ഈസ് നോട്ട് എ ബഗ് ബട്ട് എ ഫീച്ചർ ഓഫ് സയൻസ്. സയൻസ് അങ്ങനെയാണ്. കാരണം സയൻസിൻ്റെ ഡൊമൈൻ എന്താണ്? വിസ്ഡം ഓഫ് ദ നാച്ചുറൽ വേൾഡ്, എക്സ്പെരിമെൻറ്റേഷൻ, ഒബ്സർവേഷൻ, തിയറൈസേഷൻ. ഈ പരിധിയിൽ നിന്നും വെളി കിടക്കുന്നതിലേക്കെല്ലാം സയൻസ് കൈ കടത്തുമ്പോൾ, അല്ലെങ്കിൽ സയൻസിനെ ഉപയോഗിച്ച് കൈ കടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ടെൻഷൻസ് ഉളവാകുന്നത്. സോ മാക്സ് പ്ലാങ്ക്, ഒരു പക്ഷേ ലോകം കണ്ടത് വെച്ച് ഏറ്റവും പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞ ഒരാൾ, അദ്ദേഹം പറഞ്ഞത്, ബോത്ത് റിലീജിയൻ ആൻഡ് സയൻസ് റിക്വയർ എ ബിലീഫ് ഇൻ ഗോഡ്. ടു ദ ഫോമർ ഹീ ഈസ് ദ ഫൗണ്ടേഷൻ, ടു ദ ലാറ്റർ ദ ക്രൗൺ. അദ്ദേഹം ബിലീവേഴ്സിനെ, ഫിസിക്സിനെ ഉദ്ധരിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ വൈനർ ഹൈസൻബർഗ് സേസ്, the first gulp from the glass of natural sciences will turn you into an atheist, but at the bottom of the glass God is waiting for you.
സോ നമ്മൾ ശാസ്ത്രലോകത്തെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ, ശാസ്ത്രചിന്ത ഉപയോഗിച്ച് പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ, വി ആർ കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ഗോഡ്സ് ഫിംഗർ പ്രിൻറ്റ്, ടു ഗോഡ്സ് ഫേസ്. അതാണ് വൈനർ ഹൈസൻബർഗിൻ്റെ പോയിന്റ്. ആൻഡ് ഗോഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആണ് ആക്ട്സ് 17:26-27 പറഞ്ഞത്, ഫോർ വൺ മാൻ ഹി മെയ്ഡ് എവറി നേഷൻ ഓഫ് മെൻ that they should inhabit the whole earth, and he determined their appointed times and the boundaries of their lands. God intended that they would seek him and perhaps reach out for him and find him, though he is not far from each one of us. And that is invitation to mankind. ശാസ്ത്ര പുരോഗതിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ, ശാസ്ത്രത്തിലൂടെ നമ്മൾ നാച്ചുറൽ വേൾഡിനെ മനസ്സിലാക്കി ഇറങ്ങിത്തിരിക്കുമ്പോൾ, വി ആർ നോട്ട് സീയിങ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ. പക്ഷേ ദൈവത്തിൻ്റെ വിരലടയാളം നാച്ചുറൽ വേൾഡിൽ വെളിപ്പെട്ട് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് ഹി യൂസസ് ദാറ്റ് ടു റീച്ച് ഔട്ട് ടു ഈച്ച് വൺ ഓഫ് യു and to the non-believer out there. And that is my invitation to both all of us, to the digital viewer and to the in-person viewer. Continue seeking truth, so you will find truth. So I hope you are able to understand ഈ സയൻസ് വേഴ്സസ് റിലീജിയൻ കോൺഫ്ലിക്റ്റിൻ്റെ പോയിന്റ്, അതിൻ്റെ യാഥാസ്ഥിതി, അതിൻ്റെ ചരിത്രമൊക്കെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. And I hope that you will also bring awareness about what is really the conflict. Okay? God bless you all.